ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനും തിരക്കേടില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് മുട്ടുവേദനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേർക്ക് വിഷമങ്ങൾ സമ്മാനിക്കുന്ന ഒരു രോഗമാണ് കേട്ടോ ഈ മുട്ടുവേദന. നമുക്ക് നടക്കാൻ പറ്റില്ല, നടക്കുമ്പോൾ നമ്മുടെ മുട്ടിന്റെ ഭാഗത്തൊക്കെ നല്ല നീര് വരും, കാലും വഴിക്ക് നീര് വരുന്നു, പിന്നെ അതേപോലെ വേദന, അസഹനീയമായിട്ടുള്ള വേദന, ഇതുകൊണ്ടൊക്കെ നമുക്ക് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വരിക, നടക്കാൻ മടി തോന്നുക. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്ന ഒരു രോഗമാണ് കേട്ടോ മുട്ടുവേദന. അപ്പൊ മുട്ടുവേദന എന്ന് വെച്ചാൽ, മുട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ രണ്ട്, അതായത് ടിബിയ ഫിബുല എന്ന് പറയുന്ന രണ്ട് ബോണുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ രണ്ട് ബോണുകൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ ബോണുകളിൽ ഇങ്ങനെ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് വരികയാണ് അല്ലെ. അപ്പൊ ആ ജോയിന്റിനെ, ആ നീ ജോയിന്റ് ആണ് ഇവിടെ മുട്ടായിട്ട് വരുന്നത്. അതിന്റെ ഉള്ളിൽ അതിന് ഈ ഫ്രിക്ഷൻ നടക്കാനായിട്ട് അവിടെ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും മുട്ടിന് തേയ്മാനം സംഭവിക്കുക എന്നുള്ള രോഗം വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെ സൈനോവിയൽ ഫ്ലൂയിഡ് കൂടുന്നു. അപ്പൊ കൂടുമ്പോൾ അവിടെ സൈനോവൈറ്റിസ് ഇൻഫെക്ഷൻ ആയി അത് മാറാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പല രോഗങ്ങളുമായിട്ട് മാറി നമ്മുടെ നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വളരെ കൂടി, നമുക്ക് പിന്നെ നമ്മളൊരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ അവിടെ വെച്ചിട്ട് അവർ പലപ്പോഴും ഫസ്റ്റ് തരുന്നത് ഈ വേദന കുറയ്ക്കാനുള്ള വേദന സംഹാരികളായിരിക്കാം. വേദന സംഹാരികൾ എന്ന് പറഞ്ഞാൽ ഒരു പെയിൻ കില്ലർ ആയിരിക്കും ഫസ്റ്റ് തരിക. പിന്നെ അവർ തരുന്നത് ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടും ഇതിന് വേദനയ്ക്ക് കുറവുകളൊന്നും വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവര് എന്ത് ചെയ്യും? അവരൊരു മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നുള്ള ഒരു രീതിയിലേക്ക്, ഒരു സർജറിയിലേക്ക് അത് മാറാറുണ്ട്. അപ്പൊ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിങ്ങൾക്കറിയാം എത്ര ലക്ഷം രൂപ വരുന്ന സംഭവമാണെന്ന്. ഒരു മിനിമം ഒരു ലക്ഷം രൂപയൊക്കെ അതിന് ആവാറുണ്ട്. നല്ല ഹോസ്പിറ്റലിലൊക്കെ ഒരു 1.5 ലക്ഷം ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ക്ലിനിക്കിലേക്ക് പിന്നെയും വേദനയും അതിന്റെ പ്രശ്നങ്ങളും ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്, കാരണം ഇത്രയും ചെലവ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഇവരുടെ പ്രശ്നം മാറുന്നില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആയുർവേദത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. കാരണം ആയുർവേദത്തിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മളത് വളരെ നമുക്കറിയാം മറ്റ് ട്രീറ്റ്മെന്റുകളെക്കാളും കുറവായിരിക്കും ട്രീറ്റ്മെന്റ് റേറ്റ്. പക്ഷെ ഫുള്ളായിട്ട് നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയില് നമ്മളൊരു നല്ലൊരു ഒറ്റമൂലി തന്നെ, അതായത് തുടക്കക്കാർക്ക്, നമുക്കറിയാം വലിയ രീതിയിൽ പ്രശ്നമുള്ളവർക്ക് ഈ ഒറ്റമൂലി കൊണ്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ മാറ്റം വരാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ വരുന്ന ചാർജ്, അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ആയുർവേദത്തിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ വൈകാതെ തന്നെ നമ്മുടെ ഒറ്റമൂലിയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഇന്ന് 2 ഒറ്റമൂലികളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഒറ്റമൂലി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കാം, പക്ഷെ പലർക്കും അറിയാത്തതുണ്ടായിരിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് അടിക്കാതെ കാണാൻ 2 ഒറ്റമൂലികളും. അപ്പൊ ആദ്യത്തെ ഒറ്റമൂലി വന്നിട്ട് ആടലോടകത്തിന്റെ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുകയാണെ, ഒരു പിടി ആടലോടകത്തിന്റെ ഇല ആവശ്യമാണ്. പിന്നെ ഒരു പിടി പുളിയില ആവശ്യമാണ് കേട്ടോ. പുളിയില എന്നറിയാലോ, പുളിയില ആവശ്യമാണ്. പിന്നെ ഒരു പിടി കരിനൊച്ചിയുടെ ഇല ആവശ്യമാണ്. പിന്നെ വേണ്ടത് ഇന്ദുപ്പ്, ചെറുനാരങ്ങ നീര്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇത് നമ്മൾ ഇന്ദുപ്പ് അതിൽ ചേർക്കുക, അതിലും കൂടി ഇടുക. പിന്നെ അതിൽ കുറച്ച് ചെറുനാരങ്ങ നീര് കുറച്ച് ഒഴിക്കുക. ഒരു നാരങ്ങ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത്രയും ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തിട്ട് അതങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു കൊട്ടൻ ചുക്കാതി എന്നുള്ള ഒരു എണ്ണ നമുക്ക് ആയുർവേദ ഫാർമസികളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ കൊട്ടൻ ചുക്കാതി എണ്ണ നമ്മൾ മേടിക്കാം. അതിൽ കുറച്ച് നമുക്ക് എത്ര ആവശ്യമുള്ളത് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഒഴിക്കേണ്ട. അത് ചട്ടിയിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കുക. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇന്ദുപ്പ് ചേർക്കാം കേട്ടോ. ഇന്ദുപ്പ് അതിൽ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി അത് നല്ല രീതിയിൽ അതുമായിട്ട് സമർപ്പിക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് നല്ല ഹോമോജീനസ് ആയിരിക്കണം, അല്ലാതെ ഇന്ദുപ്പ് വേറെ ആയിട്ട് കിടക്കാൻ പാടില്ല. നല്ല രീതിയിൽ അത് ഇളക്കി തന്നെ അതില് രണ്ടും കൂടി മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കർപ്പൂരാതി എണ്ണയാണ് കേട്ടോ. അപ്പൊ കർപ്പൂരാതി എണ്ണയും നമ്മൾ ഒഴിച്ച് അതേപോലെ ചൂടാക്കി രണ്ടും കൂടി ഭയങ്കര ചൂടാവരുത്, എന്നാൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെറിയ ചൂടൊക്കെ വേണം. അങ്ങനെ ചൂടാക്കുമ്പോൾ നല്ല രീതിയിൽ ചൂടാക്കുക. അതിനുശേഷം അത് തണുക്കാനായിട്ട് കുറച്ച് തണുക്കാൻ വിടുക. പിന്നെ പക്ഷെ ചെറിയ ചൂട് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം ചൂട്, ഓക്കെ, ഒരുപാട് ചൂടാവരുത്. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? കരിനൊച്ചിയുടെ ഇല എടുത്തു വെച്ചിട്ടുണ്ട്, പുളിയില എടുത്തു വെച്ചിട്ടുണ്ട്, അതേപോലെ ആടലോടകത്തിന്റെ ഇല. അതൊക്കെ വാദഹരാണ് കേട്ടോ. നമുക്ക് വാദം കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനത്തെ പെയിനുകളൊക്കെ വരുന്നത് എന്നാണ് ആയുർവേദം പരാമർശിക്കുന്നത്. അപ്പൊ അത് കുറയ്ക്കാനുള്ള ഇലകളാണ് അതൊക്കെ. പിന്നെ ഇന്ദുപ്പ്, പിന്നെ ചെറുനാരങ്ങ നീര്, ഇതൊക്കെ പിഴിഞ്ഞ് നമ്മളത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഒരു ഇലക്കിഴി പോലെ ആക്കാം. അതായത് ഈ കിഴി കെട്ടാൻ അറിയാലോ എല്ലാവർക്കും. ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു കിഴി, അത് നമുക്ക് മലയാളീസിന് എല്ലാവർക്കും അറിയുന്നതാണ്. ആ കിഴി കെട്ടുമ്പോൾ നമ്മളൊരു തോർത്തുമുണ്ട് എടുത്താൽ മതി. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഒരു തോർത്തുമുണ്ട് എടുക്കുക. അതിനുള്ളിൽ
ഉള്ളിൽ നമ്മൾ ഈ ഇലയും ഇന്ദുപ്പും പിന്നെ ചെറുനാരങ്ങ നീര് നമ്മൾ ഓൾറെഡി അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി നമ്മൾ ഇതിൽ വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടുക. കെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഉണ്ടല്ലോ അതിൽ ചെറുതായി തൊട്ട് നമ്മുടെ എവിടെയൊക്കെയാണ് നമുക്ക് വേദന ഉള്ളത് അവിടെ ചെറുതായി പൊള്ളിപ്പിക്കാതെ, ഭയങ്കര പൊള്ളാൻ പാടില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ചൂടായാലും കുഴപ്പമില്ല, പക്ഷെ പൊള്ളിക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഓയിൽ വെച്ച് ചെറുതായി ഒരു മസാജ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇലക്കിഴി വെച്ചിട്ട് ആ എണ്ണയിൽ ചെറുതായി തൊട്ടതിന് ശേഷം, ചട്ടിയിൽ ഇങ്ങനെ തൊട്ടതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ഇലക്കിഴി കൊണ്ട് ഇങ്ങനെ കിഴി വെക്കാന്ന് പറയില്ലേ, അതേപോലെ കിഴി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മള് അപ്പം കിഴി വെച്ച് ഒരു 20 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ നമുക്ക് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ആളോട് കാല് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ വെക്കണം, അല്ലെങ്കിൽ കിടന്നിട്ട് ചെയ്യണമെങ്കിൽ കിടന്നിട്ട് വെക്കാം. അവിടെ ഒരു ഷീറ്റ് വെച്ചതിന് ശേഷം കാല് നല്ല രീതിയിൽ നീട്ടിയിട്ട് അങ്ങനെ ചെയ്യണം. വല്ല കാല് മടക്കി വെക്കണമെങ്കിൽ അങ്ങനെ. അപ്പം എങ്ങനെയാണ് ആൾക്ക് കംഫർട്ടബിൾ അതേപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം കാല് നമ്മൾ എന്ത് ചെയ്യണം, കഴുകണം. കഴുകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, അപ്പൊ അതിനും ഒരു വെള്ളമുണ്ട്. കാരണം നമ്മൾ നമ്മൾ പൈപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ കഴുകാതെ നമ്മൾ അതിനൊരു കഴുകാനായിട്ട് ഒരു ധാരയായിട്ട് ഒരു വെള്ളം ഉപയോഗിക്കണം. അപ്പൊ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, കുറച്ച് മുരിങ്ങയുടെ ഇല വേണം കേട്ടോ. അപ്പൊ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാണ്. അതേപോലെ തന്നെ സാധാ ഉപ്പ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇന്ദുപ്പ് ഉള്ളതുകൊണ്ട് ഇന്ദുപ്പ് ചേർക്കാം. അപ്പൊ ഇന്ദുപ്പും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് അതൊരു ബോയിൽ ചെയ്യുക കേട്ടോ. ഇപ്പൊ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചെറിയ ചൂടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ അതിനുശേഷം ആ ചെറിയ ചൂടിൽ നമ്മൾ നമ്മൾ ഈ എണ്ണ ഇലക്കിഴി വെച്ച മുട്ട് നമ്മൾ നന്നായി ധാരയായിട്ട്, അതായത് പെട്ടെന്ന് ഒഴിച്ചു കളയരുത്, പതുക്കെ നമ്മൾ ധാരയായിട്ട് ഒഴിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെ പതുക്കെ ഇങ്ങനെ ഒഴിച്ച് ആ ഭാഗത്ത് മാത്രം, മുട്ടിന്റെ ആ ഭാഗത്ത് എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ അവിടേക്ക് ഒഴിച്ച് പതുക്കെ ധാരയായിട്ട് നമ്മൾ കഴുകുക. അതൊരു 10 മിനിറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ഭാഗത്ത്, അപ്പൊ 2 മുട്ടിലുണ്ടെങ്കിൽ 2 മുട്ടിലും ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, അത്രയേ ഉള്ളൂ, നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. അതിപ്പോ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നവരുണ്ട്, ചിലപ്പോൾ 2 ദിവസം ചെയ്യുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുന്നത്, ചിലപ്പോൾ ഒരാഴ്ച ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പലർക്കും പല രീതിയിലാണ്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഈ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പം എല്ലാവരും ഈ റെമഡി ചെയ്ത് നോക്കണം. പിന്നെ ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് നമുക്ക് അറിയാലോ, ഈ മുതിര കിട്ടുമല്ലോ, മുതിര, പിന്നെ ഇതേപോലെ ഇന്ദുപ്പ്. അപ്പൊ മുതിരയും ഇന്ദുപ്പും കൂടിയിട്ട്, അല്ലെങ്കിൽ ഇന്ദുപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ റോക്ക് സാൾട്ട് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പായാലും കുഴപ്പമില്ല. അപ്പൊ ഇന്ദുപ്പിന് പകരം കല്ലുപ്പായാലും കുഴപ്പമില്ല, പക്ഷെ സാധാ ഉപ്പ് യൂസ് ചെയ്യരുത്. അപ്പൊ രണ്ടും കൂടി നമ്മൾ ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഹോമോജീനസ് മിക്സ്ചർ ആയിട്ട് കിട്ടുക. അപ്പൊ അങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇലക്കിഴി കെട്ടിയിട്ട് സെയിം പ്രൊസീജിയർ, ഈ കർപ്പൂരാതി വെളിച്ചെണ്ണയും കൊട്ടൻ ചുക്കാതി എണ്ണയും ചൂടാക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് ചൂടാക്കിയിട്ട് ചെറുതായിട്ട് അത് കിഴി വെക്കുക. മനസ്സിലായോ? അപ്പൊ അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഞാനത് പല പേഷ്യൻസിനും എഴുതി കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഫലപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ അവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ കണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ബൈ. അപ്പൊ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ.